ഇതിനില്ല ട്രെയിനിന് ചൂളം വിളിക്കുന്ന കണക്ക് ഫ്രണ്ടില് പുള്ളീനെയും വെച്ച് ഒരു ചൂളവും വിളിച്ച് വരുക. ഇതിന് ഒരു റൗണ്ട് അടിക്കാൻ പോവുക. ഇത് നമ്മുടെ പുറ്റിങ്ങൽ മരമെടുപ്പിന്റെ കാഴ്ചകളാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്നാണ്. നല്ല സൂപ്പർ വൈബാണ്. ഇത് കണ്ടില്ലേ നെറ്റിപ്പട്ടം, നമ്മൾ നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് കേട്ടോ. ഇത് നല്ല വെയിറ്റ് ഉള്ളതാ ഈ ഒരു നെറ്റിപ്പട്ടം. ഇതും ആ ഒരു മരത്തിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് പുള്ളിക്കാരൻ വന്നത്. ഉണ്ടോ? നല്ല ആവേശത്തിലാണ് പുള്ളി. ഇതിപ്പം പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെത്തി. നമ്മുടെ ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയ കാഴ്ചയാണ് മരമെടുപ്പും കാഴ്ചകളും എല്ലാം. ഇവിടെ ചെണ്ട കൊട്ടി അങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ട്. നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ പരവൂര് 4 കൂടിയ ജംഗ്ഷനിൽ ഇവിടെ ഒരു വിളക്ക് തൂണുണ്ട്, ലൈറ്റ്. അപ്പം അതിന്റെ സെൻട്രലായിട്ടിരിക്കും. എൻ്റെ ചുറ്റും നല്ല തിരക്കാണ്, വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സ്ഥലത്ത് ഇപ്പം കുറച്ച് കഴിയുമ്പം തീപ്പന്തങ്ങളും മരമെടുപ്പും ഒക്കെ ആയിട്ട് അതിഗംഭീരമാവുന്ന ഒരു പ്ലേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പം ഈ തിരക്കൊക്കെ അങ്ങ് മാറും. മരമെടുപ്പും തീപ്പന്തങ്ങളും പിടിച്ചുള്ള ആൾക്കാരും അങ്ങനെയുള്ള തിരക്കുകൾ മാത്രമായിരിക്കും ഈ ഒരു ജംഗ്ഷനിൽ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പം അങ്ങോട്ട് അടുത്തോട്ട് വരാം. ഒരു റൗണ്ട് ആയതുകൊണ്ടേ വണ്ടി എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ്. കണ്ടില്ലേ? അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ നിന്ന് ഈ ഒരു പ്ലേസൊക്കെ ഈ മരമെടുപ്പും തീപ്പന്തങ്ങളുമായിട്ട് നല്ല അടിപൊളിയായിരിക്കും. നമുക്കെല്ലാം ഒന്ന് കാണാം. അങ്ങനെ നമ്മുടെ മരമെടുപ്പ് പരവൂർ ബസ് സ്റ്റാൻഡ് പിന്നിട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. മരമെടുപ്പിന് മുൻപുള്ള ഈ തീപ്പന്തവും കൊണ്ടുള്ള ആൾക്കാരുടെ ആ ഡാൻസും കളിച്ചിട്ടുള്ള പോക്കാണ് നമ്മൾ ഈ കാണുന്നത്. പിള്ളേരെ കണ്ടില്ലേ കയ്യില് അതൊക്കെ വെച്ച് ഇങ്ങനെ കറക്കി കറക്കി പോകുന്നത്. ഈ ചൂട്ട് തീരുമ്പം ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ ചൂട്ടിരിപ്പുണ്ട്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ വെച്ച് കത്തിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇത് ഏത് ഏരിയ? കോങ്ങാൽ. ഇതിന്റെ തൊട്ട് പുറകെ ഉണ്ടല്ലേ? കണ്ടില്ലേ? പോകുമ്പം ഇവിടെ ഇങ്ങനെ തീയൊക്കെ സൈഡിൽ കിടന്ന് കത്തും കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന ആ പരവൂർ ജംഗ്ഷനിൽ ഈ ഒരു മരമെടുപ്പ് എത്തിയിട്ടുണ്ട്. ആ 4 കൂടിയ ജംഗ്ഷൻ. ഈ മരം നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ചിലപ്പം വരും. തിരിയുടെ മരമെടുപ്പ് നമ്മുടെ 4 കൂടിയ ജംഗ്ഷനിൽ നിന്ന് ക്ഷേത്രത്തിലോട്ടുള്ള വഴിയിലേക്ക് പതുക്കെ നീങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പേ ഇവര് ഇങ്ങനെ മരം നല്ലതുപോലെ പൊക്കിപ്പിടിച്ച് ആട്ടി ഉലച്ച് ഇങ്ങനെ കളിക്കുകയാണ്. കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പൊഴിക്കരത്ത മരമെടുപ്പ്. അപ്പൊ ആ മരം പുറകിൽ വരുന്നുണ്ട്. അപ്പം ആ തീയും സംഭവമൊക്കെ ആയിട്ട് എല്ലാ തവണത്തെയും പോലെ ആൾക്കാർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമുക്ക് മരമെടുപ്പ് കൂടെ ഒന്ന് കാണാം. ഇവിടത്തെ ഈ മരമെടുപ്പ് കഴിഞ്ഞ തവണയും അതിന്റെ അങ്ങേ തവണയൊക്കെ വൈറലായതാണ്. നമ്മുടെ അതില് അപ്പൂപ്പൻ കൊമ്പൊക്കെ വെച്ചിട്ട് ഇവിടെ കയറിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? ആ അപ്പൂപ്പ ഇത്തവണ നെറ്റിപ്പട്ടമൊക്കെ വെച്ചിട്ടാണ് വണ്ടേ കയറിയിരിക്കുന്നത്. കണ്ടില്ലേ? അവര് നല്ല ആവേശത്തിലാണ്. പൊഴിക്കരച്ചേരി എല്ലാ തവണയും ഇവര് ഈ ഒരു മരമെടുപ്പ് വെറൈറ്റി ആക്കാൻ നോക്കുന്നവരാണ്. കണ്ടില്ലേ? ആട്ടയുടെ മണ്ടയിലാണ് ഇരിക്കൂടെ.
വെറൈറ്റി ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ പുള്ളീനെ ഒരു സ്പൈഡർമാന്റെ ഉടുപ്പൊക്കെ ഇട്ടാണ് കയറ്റിയിരുന്നത്. സ്പൈഡർമാന് സൂപ്പർമാൻ. ഇത്തവണ കണ്ടില്ലേ, ഈ ഒരു നെറ്റിപ്പട്ടമൊക്കെ വെച്ചാണ് കയറ്റിയിരുന്നത്. ആ ഒരു കയറ്റിയിരുത്തുന്ന കാഴ്ച കണ്ടില്ലേ. ഇനി പൊക്കും എല്ലാവരും കൂടി. ഉണ്ടോ? നല്ല ആവേശത്തിലാണ് പുള്ളി. നമ്മുടെ വൈറൽ മാമനാണ് പുള്ളി. എല്ലാ തവണയും മരവെടുപ്പിന് പുള്ളിയുടെ ഫോട്ടോയും വീഡിയോയാണ് എല്ലാത്തിലും വൈറൽ. നമ്മൾ നേരത്തെ ഇന്ന് ആ ഒരു റൗണ്ടാണ്, പരവൂർ റൗണ്ട്, നാലുംകൂടിയ ജംഗ്ഷൻ കണ്ടില്ലേ. അവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഉത്സവ സമയത്തെ കാണാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, എല്ലാവരും നല്ല വൈബിങ്ങിൽ നിൽക്കുന്നു. മാത്രമല്ല ഈ പുറ്റിങ്ങൽ ഉത്സവത്തിലെ ഈ മരംവരം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ്. ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. അപ്പം ഈ ഒരു നൈറ്റ് ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് ഈ ഒരു മരവെടുപ്പ് കാണാറുണ്ട്. നമ്മൾ അമ്പലത്തിലോട്ട് അങ്ങോട്ട് പോകുന്ന വഴിയുടെ അവിടെ എത്തി. പക്ഷേ ഇവര് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. അവിടെ ഈ മരമൊക്കെ വെച്ച് ചെണ്ടക്കൊട്ടുമെല്ലാം റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഇതിൻ്റെ മുകളിൽ, വണ്ടിയുടെ മുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ വെള്ളമൊക്കെ കുടിച്ച് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇന്നൊരു മരം എടുക്കാനുള്ള പോക്കാണ്. ഇവരിത് എങ്ങോട്ടാണ് പോണേന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇത് ഏത് ചേരിയാണ്? കുറുമണ്ടച്ചേരിയുടെ മരം എടുക്കാനായിട്ട് പോകുന്ന പോക്കാണ്. കണ്ടില്ലേ? എല്ലാരും നല്ല വൈബിങ് ആണ് കേട്ടോ. ഇങ്ങനെ ആൾക്കാര് കയറി ഇങ്ങനെ സൈഡിലൊക്കെ നിൽക്കുവാണ് മരവെടുപ്പ് കാണാൻ. ഇവിടെ കുറച്ച് പേര് വെയിറ്റിംഗ് ആണ്. ഇവിടെ കണ്ടില്ലേ, അങ്ങനെ റെസ്റ്റ് എടുപ്പൊക്കെ കഴിഞ്ഞ് മരവെടുപ്പ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. ഒഴിക്കരച്ചേരി ഫുള്ള് പോകാം. ഞങ്ങൾ നേരത്തെ പൊഴിക്കരച്ചേരിയുടെ കൂടെയാണ് വന്നത് എടുത്ത്. അപ്പം ഇടയ്ക്ക് വെച്ചപ്പോൾ ഒന്ന് ക്ലാഷായി. രണ്ട് മരയോട് കൂടെ ഒരുമിച്ച് വന്നപ്പോൾ നമ്മളിപ്പോൾ പോയത് കോങ്ങാൽച്ചേരിയുടെ കൂടെയാണ്. അപ്പം ഈ പുറകിൽ വരുന്നതാണ് ചേരി, ഈ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് പൊഴിക്കരച്ചേരി. അപ്പൊ നമ്മള് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് രണ്ട് മരമെടുപ്പൊക്കെ ഒരുമിച്ചിട്ടൊക്കെ കയറും. അപ്പൊ നമ്മള് പിന്നെ ഷൂട്ട് ചെയ്ത് വരുമ്പോ ഇത് ഏത് മരം എന്നുള്ളത് ഡൗട്ടായി പോകും. മരമെടുപ്പ് എന്ന് പറയുന്ന ഒരു അമ്പൻ വൈബിങ് ആണ് എല്ലാരെയും.
നോക്കി അങ്ങനെ പൊക്കിയവര് കൊച്ചു പയ്യൻ നിൽക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്നവരൊക്കെ പേടിച്ചിരിക്കുക. 2-3 തവണ മരം ഇങ്ങോട്ട് വന്നു കേട്ടോ. അക്ഷതി വിളക്ക് ഇതാണ് നമ്മുടെ മെയിൻ പരിപാടികൾ. കുച്ചിങ്ങൽ പൂരമൊക്കെ നാളെയാണ് കേട്ടോ. മരമെടുത്ത് ക്ഷീണിച്ച് കിടക്കുവാണ് പുള്ളി. ഉണ്ടല്ലേ, ഈ മണലിലൊക്കെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും മരമെടുപ്പ് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ പൊഴിക്കര ചേരിയുടെ മരമെടുപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പം വേറൊരു ചേരിയുടെ വന്നോണ്ടിരിക്കുന്നത്. ഏത് ചേരിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കരാച്ചേരി എന്നാണ് പറയുന്നത് ഇവിടെ. പൊഴിക്കര കരാച്ചേരി, അതുപോലെ അടുത്ത കരാച്ചേരിയുടെ വന്നുകൊണ്ടിരിക്കുന്നു. ആണ്ടേ ഇത് പൂനയിൽ ചേരിയാണ് ഈ പോകുന്നത്. പൂനയിൽ ചേരിയാണ്. അപ്പം നമ്മൾ ഈ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ മരമെടുപ്പിന്റെ കാഴ്ച ഒരുവിധമെല്ലാം കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ തീക്കൊള്ളിയും തീയറവും കൊണ്ട് എൻ്റെ മുഖയൊക്കെ കുറച്ച് തീയൊക്കെ പിടിച്ച് അത് ചോദിക്കാൻ വന്ന വേറൊരുത്തൻ്റെ മുഖം പൊള്ളി. അപ്പം അങ്ങനെ ഫുള്ള് തീക്കളിയായിരുന്നു. അപ്പോൾ ഒരുവിധം നമ്മളെല്ലാം കാഴ്ച ഇതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. എക്സ് മീ സുകേഷ് സുന്ദരൻ സൈനിങ് ഓഫ്.